വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂസ് ടോക്സ്. നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളാണെങ്കിൽ മാക്രൈൻ ത്രെഡ് വെച്ചിട്ട് അതായത് ഈ ഒരു മാക്രൈൻ ത്രെഡ് വെച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ട്, അതായത് നമുക്കൊരു ഒരു മിനിറ്റ് പോലും വേണ്ട ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് ഈ വീഡിയോ അത്ര ലോങ്ങും അല്ല. ഇനി ഞാൻ പറഞ്ഞ് വായലിച്ച് ചിലപ്പോൾ ലോങ് ആക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു മാക്രൈൻ ത്രെഡ് വെച്ചിട്ട് നമുക്ക് മാക്രൈൻ ത്രെഡ് വെച്ചിട്ട് ഒരുപാട് ഇഷ്ടം പോലെ മാലകൾ നമുക്ക് ത്രെഡിന്റെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു മാക്രൈൻ ത്രെഡ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് റേറ്റ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് ആമസോണിലാണ്. അപ്പോൾ ആമസോണിൽ ഈ ത്രെഡ് അവൈലബിൾ ആണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണെന്ന് തോന്നുന്നത്. ഇതിന് പല കളേഴ്സ് ഉണ്ട്. അതായത് റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ആണ് കുറച്ച് നല്ല മൂവ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റോയൽ ബ്ലൂ നല്ല മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ അങ്ങനെ പല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് ട്വിസ്റ്റഡ് ആയിട്ടും പിന്നെയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പല ഡിസൈൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയിൽ കൂടുതലായിട്ടും വെറൈറ്റീസ് കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാർ അത് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. മീൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമ്മളൊരു പുതിയ ഡിസൈൻ ഇറക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാവരുത് അതെങ്ങനെയാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിൽ വേണം നമ്മൾ ആ ഒരു ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരാൾ ഇറക്കുന്ന അതേ ഡിസൈൻ തന്നെ കോപ്പി ചെയ്ത് ഇറക്കാതെ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും വർക്ക് ഒരാളൊരു ഡിസൈൻ ഇറക്കിയെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ട് പുതിയ ഡിസൈൻസ് ചെയ്യാം. അതെന്തായാലും കോമ്പറ്റീഷൻ എന്തായാലും വരും. ഇപ്പം നമ്മൾ ഇറക്കുന്ന ആ ഒരു ഡിസൈൻസ് മറ്റുള്ളവർ ചെയ്തെന്നിരിക്കും. അപ്പം ചില കസ്റ്റമേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ പെർഫെക്ഷൻ അനുസരിച്ച് വാങ്ങിക്കുന്നവരുമുണ്ട്. അല്ലാതെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർഫെക്ഷൻ അനുസരിച്ച് വാങ്ങിക്കുന്നവരുമുണ്ട്. അല്ലാതെ റേറ്റ് കുറവാണോ കൂടുതലാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്നവരുമുണ്ട്. ചിലർ നല്ല ഹൈ റേറ്റിലുള്ളതായിരിക്കും ചില കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നത്. അവരുടെ ആ ഒരു സ്റ്റാറ്റസിന് പറ്റിയത് മാത്രമേ അവർ വാങ്ങിക്കത്തുള്ളൂ. ചിലർ ഭയങ്കര ലോ റേറ്റിലുള്ളത് വാങ്ങിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി വില കുറയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വില കുറയ്ക്കാൻ പറഞ്ഞാലും നമ്മൾ വില കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മുടെ മാൻ പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജ്വല്ലറീസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ അങ്ങനത്തെ വർക്കുകളെല്ലാം കുറച്ച് വെച്ചിരിക്കുകയാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ എൻ്റെതായിട്ടുള്ള ഡിസൈൻസ് കൂടുതലായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ശ്രമിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ എന്തായാലും വരും. അത് എല്ലാ ഫീൽഡിലും, സാധാരണ ഒരു കോർപ്പറേറ്റ് വർക്കിന് പോവുകയാണെങ്കിലും എല്ലാ ഫീൽഡിലും ഉള്ളതാണ് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ആ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഷേപ്പായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. കോമ്പറ്റീഷനെ കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഞാൻ ഈ സംഭവം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കഴിവിനനുസരിച്ച് ഞാൻ ഓരോന്നോരോന്ന് ചെയ്ത് പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഓർഡേഴ്സ് കിട്ടുന്നതാണിത്. ഒരുപാട് പേര് ഇത് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ കൂടെ എനിക്ക് തോന്നുന്ന ഡിസൈൻസ് ഒക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി വേണമെങ്കിൽ പഠിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യമേ ബൾക്കായിട്ട് നമ്മൾ പ്രൊഡക്ട്സ് മെറ്റീരിയൽസ് എടുക്കാതെ നമ്മൾ ആദ്യം നമുക്ക് മൂവ്മെന്റ് ഉള്ള ഐറ്റംസ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പെർഫെക്ഷൻ തോന്നുന്ന അത്രയും പേര് നമ്മൾ ചെയ്ത് നോക്കണം. കാരണം മിക്ക ആൾക്കാരും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പെർഫെക്ഷനാണ്, നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ആ ഒരു വാല്യൂ ആണ് എല്ലാവരും ചെക്ക് ചെയ്ത്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല പ്രോഡക്റ്റ്, അതായത് കടയിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതാണ് ഈ ഒരു ഫീൽഡിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞേക്കുന്നത്. കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു മാക്രൈൻ ത്രെഡ് വെച്ചിട്ട്, അപ്പം ഇതാണെങ്കിൽ 2 mm ഉണ്ട്. അതെനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ കേട്ടോ. ഞാനിപ്പം 3 ആണെന്ന് തോന്നുന്നു വാങ്ങിച്ചേക്കുന്നത്, ഓർക്കുന്നില്ല. 3 ആണെന്ന് തോന്നുന്നു വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഇത് പല കളേഴ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് വരുന്ന കളേഴ്സ് പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക്, റെഡ്, മെറൂണ്, റോയൽ ബ്ലൂ കളർ, അങ്ങനത്തെ കളേഴ്സ് ഒക്കെയാണ്. നമുക്ക് സാരിയുടെ കളറൊക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ. പിന്നെ ഈ ഒരു ത്രെഡിന്റെ റേറ്റ് വരുന്നത് 300 സംതിങ് ആണ്, ഇത്രയും വലുപ്പത്തിന് കേട്ടോ. ഈ ചെറുതിനാണെങ്കിൽ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി ചെറുതാകുമ്പോഴത്തേക്കും 200 സംതിങ് വരും. അപ്പം ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് ക്വാളിറ്റി വൈസ് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. ചിലപ്പം എനിക്ക് നല്ലതെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ചീത്തയാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ചീത്തയാണെന്ന് തോന്നുന്നു, എനിക്ക് നല്ലതായിട്ട് തോന്നും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അപ്പം ഞാൻ പറയുന്ന ഷോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സ് ഉണ്ട്. നോർത്തിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഐറ്റംസ് ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ വാങ്ങിക്കുന്ന ആ ഒരു സെന്ററിന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പം നമ്മൾ കൂടുതലായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ ഡിസൈൻസ് ഇപ്പോൾ ഒരുപാട് പേര് ഒരു ഹാൻഡ് മെയ്ഡ് ജ്വല്ലറിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ നല്ല രീതിയിലുണ്ട്. അപ്പം നമ്മൾ ആ കോമ്പറ്റീഷനെ നോക്കുകയേ വേണ്ട. നമുക്ക് നല്ല രീതിയിൽ എത്രത്തോളം നല്ല നല്ല പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും നല്ല രീതിയിൽ നമ്മൾ വർക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ ആദ്യം ഒന്നും നമുക്ക് എനിക്കാണെങ്കിലും ആദ്യം ഒന്നും അങ്ങനെ ഓർഡേഴ്സ് ഒന്നും കിട്ടിയിരുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ വർക്ക് എടുക്കുന്നത് ഭയങ്കര കുറവാട്ടോ. അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് കുഴപ്പം കൊണ്ട് ഞാൻ കുറച്ച് മടി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ടൊക്കെ അപ്പം ചില സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും, നമുക്ക്
മടിയും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും തോന്നാതെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വർക്കിന്റെ പെർഫെക്ഷൻ, നമ്മുടെ റിവ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറീസും നമ്മുടെ റിവ്യൂസ് ഒക്കെ നമ്മൾ മാക്സിമം നമ്മൾ സ്റ്റോറീസ് ആയിട്ട് ഇടുക. ഇൻസ്റ്റയിലാണെങ്കിലും FBയിലാണെങ്കിലും യൂട്യൂബിൽ സ്റ്റോർ ഇടാൻ പറ്റത്തില്ല. യൂട്യൂബിലാണെങ്കിലും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നമ്മുടേതായ രീതിയിൽ എന്തൊക്കെ വെറൈറ്റീസ്, എന്തൊക്കെ അതിൽ നമുക്ക് പ്രൊഡക്റ്റിന് മാത്രം വെറൈറ്റീസ് അല്ല, ഓൺ വോയിസ് വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും അതിലൊക്കെ നമുക്ക് എന്തൊക്കെ ഓൺ വോയിസ് ആയിട്ട് കൊടുക്കാം, അതിനെക്കുറിച്ചുള്ള എന്തായാലും ഇത് പഠിപ്പിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ ഡിസൈൻ മോഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഡിസൈൻ വേറൊരാൾ ചെയ്തു എന്നതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഐഡിയ മനസ്സിലുള്ളിടത്തോളം കാലം നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും നമ്മൾ നല്ല പ്രൊഡക്ട്സ് കൊടുക്കുന്തോറും നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും ആൾക്കാർ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ടങ്ങ് പോയാൽ മാത്രം മതി. അപ്പം നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം, ഇപ്പം ഞാനാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ചുമ്മാ ഇങ്ങനെ വെബ്സൈറ്റുകളൊക്കെ ഇങ്ങനെ നോക്കി ഓരോ പുതിയ ഡിസൈൻസ് ഒക്കെ നോക്കി നമ്മുടേതായ രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് പോലും വേണ്ട, നമുക്കൊരു 50 സെക്കൻഡ്സ് അത്രയും പോലും വേണ്ടാത്തൊരു നല്ലൊരു കിഡിലൻ ത്രെഡിന്റെ മാലയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ വീഡിയോ കുറച്ചൊന്ന് ലോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കിടന്നിങ്ങനെ സംസാരിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ മാക്രൈം ത്രെഡ് എന്ന് പറഞ്ഞേക്കുന്നത് നമുക്ക് ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോഴാണ് കുറച്ചുകൂടെ നല്ല പ്രൊഡക്റ്റ് ആണ് കിട്ടിയത്. ബോബിനയിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ്, അങ്ങനെ തോന്നുന്നു വായിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഞാൻ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഈ ഒരു പൈപ്പിന്റെ ബീഡ്സ് ആണ്. ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ കാണിക്കാം. ഇതൊരു പൈപ്പിന്റെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള പൈപ്പിന്റെ സിൽവർ ബീഡ്സ് ആണ് ഇതെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് ഞാൻ 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ സിൽവർ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ നമ്മൾ സിൽവർ പൈപ്പിന്റെ ബീഡ്സ് എന്ന് ചോദിച്ചാൽ മാത്രം മതി. അപ്പൊ അതൊക്കെ നമ്മൾ പുതിയ മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോഴേ അതൊക്കെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബഡ്ജറ്റ് ഒക്കെ നോക്കി നിങ്ങളുടേതായ ആദ്യമേ നമ്മൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാതെ കുറേശ്ശെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പൈപ്പിന്റെ ബീഡാണ് ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ പൈപ്പിന്റെ ബീഡ്സ് ഒക്കെ ആമസോണിലും വാങ്ങിക്കാം. സിൽവർ പൈപ്പ് ബീഡ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി. ആമസോണിലും വാങ്ങിക്കാൻ കിട്ടും, അല്ലാതെ കടകളിൽ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ സ്വയം തുനിഞ്ഞിറങ്ങിയെങ്കിലേ നമുക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിവ് നമുക്ക് വ്യക്തമായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇപ്പം ഒരാൾ നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ അയാൾ നമുക്ക് പറഞ്ഞു തരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരും അവരവരുടെ സേഫ്റ്റിയും അവരുടെ നിലനിൽപ്പുമാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ സ്വയം തുനിഞ്ഞിറങ്ങി മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടുമെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യാം. നമ്മുടേതായ രീതിയിൽ ഡിസൈൻസ് കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ വേണം സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പൈപ്പിന്റെ ബീഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടെ നമ്മൾ ഈ ഒരു സിൽവറിന്റെ ഒരു റൗണ്ട് ബീഡ്സ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ബീഡ്സ് മാത്രം മതി. നമുക്കാണെങ്കിൽ കുറെ ലോക്കറ്റ്സ്, ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കുറെ ലോക്കറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ ഈ മാക്രൈം ത്രെഡിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് അതിനകത്തും ചില ആൾക്കാരാണെങ്കിൽ ലോക്കറ്റ്സ്, അതായത് സിംഗിൾ ലോക്കറ്റിൽ വരുന്ന മാലകൾ മാത്രം ഇടുന്ന ആൾക്കാരും ഉണ്ട്. ഇടയ്ക്ക് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ ആ ഒരു ത്രെഡിൽ ഒറ്റ ലോക്കറ്റ് വരുന്ന മാലകൾ മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു മാല കണ്ടത് ഞാൻ റൗണ്ട് ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചോക്കർ പോലെ സെറ്റ് ചെയ്ത് മാക്രൈം ത്രെഡ് ആട്ടോ. മാക്രൈം ത്രെഡും എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പം ഇതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ പുറകാലെ അപ്ലോഡ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടേതായ രീതിയിൽ ഐഡിയാസ് ഒക്കെ നമ്മൾ പൊടി തട്ടിയെടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ഈ 2 പൈപ്പിന്റെ ഇതിന്റെ ഗോൾഡും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സിൽവറും അവൈലബിൾ ആണ്. ഗോൾഡിന്റെ കളർ പോകുമെന്ന് ചോദിച്ചാൽ അത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അത് കയ്യിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിയുമ്പോൾ വേർപ്പൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയും, ജസ്റ്റ് ഒന്ന് അവർ ചോദിക്കുമ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പറയാം. ചിലപ്പം വേർപ്പ് തട്ടുമ്പോൾ ചിലപ്പോൾ ഇത് കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. പിന്നെ അവർ വാങ്ങിക്കാതിരിക്കുമോ എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു മാക്രൈം ത്രെഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കാം എത്ര ലെങ്ത് വേണം. ഇത്രയും ഒരു ലെങ്ത് മാത്രം നമുക്ക് മതി. അപ്പോൾ ആ ലെങ്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കട്ട് ചെയ്തെടുത്തു. ഇത്രയും ലെങ്ത് മതി കേട്ടോ. നമുക്ക് നോർമലി ഒരു മാലയുടെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ചെസ്റ്റിന്റെ താഴെ വരെ അത്രയും മാത്രം മതിയായിരിക്കുമല്ലോ. അപ്പം അത്രയും ലെങ്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്പർ പബ്ലിക് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അനവധി പല മെസ്സേജുകളും പല ഫോൺ കോൾസ് നിങ്ങൾക്ക് വന്നെന്നിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓർഡർ കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങനത്തെ മെസ്സേജുകളൊക്കെ നോക്കിയാൽ മാത്രം മതി. അല്ലാതെ എനിക്കും അങ്ങനെ ഒരുപാട് ഫോൺ കോൾസ് അങ്ങനെ വരാറുണ്ട്. ഞാൻ അത്യാവശ്യത്തിന് ഫോൺ കോൾസ് ഞാനങ്ങനെ എടുക്കാറില്ലെങ്കിൽ മെസ്സേജാണ് കൂടുതലായിട്ട് ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാനിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ കേട്ടോ.
അപ്പം നമ്മൾ ദാണ്ടെ ഇതുപോലെ ഒരു ബീഡ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു റൗണ്ട് ഇതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് സ്റ്റാൻഡ് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാൻഡ് ഇങ്ങനെ വാങ്ങിക്കാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. നമുക്കാണെങ്കിൽ ഇത് ഇങ്ങനെ വേണമെങ്കിലും ഒരു മാലയായിട്ട് നമുക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ പൈപ്പിൻ്റെ ബീഡ്സ് വെച്ചിട്ടും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ സിൽവർ ബീഡൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇതിങ്ങനെ കൂർത്തിരിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം പശ ഇതുപോലെ തേച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ബീഡ്സ് ഒക്കെ ഇങ്ങനെ കയറി വരാനായിട്ട് പറ്റും. ഞാനിപ്പോൾ പശ ഇപ്പോൾ തൂക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പശയൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ബീഡ്സ് കയറി പോയിക്കോളും. ഏതൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിൽ എന്തായാലും വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ തന്നെ നമ്മൾ ഒത്തിരി നമ്മൾ എക്സ്പെക്റ്റും ചെയ്യരുത്. കാരണം ഈ സെയിലൊക്കെ ചിലപ്പം നിൽക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം നമ്മൾ നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഫീൽഡുകളിലൊക്കെ നമുക്ക് അതിപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ സാധാരണ ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നെങ്കിൽ നമുക്ക് അവർ സാലറിയും കാര്യങ്ങളൊക്കെ തരത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കെട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇത്ര മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. എന്നിട്ടാണെങ്കിൽ ഞാൻ ഈ ഒരു സിൽവർ ബീഡൂടെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളാണ് ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ കെട്ടിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ പോർഷൻ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ചീപ്പ് തലമുടിയൊക്കെ ചെയ്യുന്ന ചീപ്പ് ഉണ്ടല്ലോ, ആ ചീപ്പ് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചീവി എന്ന് കൊടുത്താൽ മാത്രം മതി. അതെ, സിമ്പിൾ അല്ലേ ഈ ഒരു ചീപ്പ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കണം. നല്ല രീതിയിൽ ഇങ്ങനെ ചീവി കൊടുക്കണം. നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ മുടി എങ്ങനെയാണോ ചീവുന്നത് അതുപോലെ അങ്ങ് ചീവിയെ കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടോടിട്ട് കൊടുത്തിട്ടുണ്ട്. കെട്ടിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് നമ്മുടെ ആ ഒരു മാല. സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. നമുക്ക് ചോക്കറായിട്ട് ഇടാം, ലോങ് ആയിട്ടൊക്കെ നമുക്ക് ഇടാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മാല നമുക്ക് സെറ്റിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും. അതുപോലെ തന്നെ ഗോൾഡും ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഗോൾഡും അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് രണ്ടും രണ്ട് ലെങ്താണ്. എന്നിരുന്നാൽ പോലും ചെസ്റ്റിൻ്റെ അവിടെ വരെ മാത്രം, ചെസ്റ്റിനെക്കാട്ടിലും ചിലർക്കാണെങ്കിൽ ഒത്തിരി ലോങ് ആയിട്ട് കിടക്കുന്ന മാലകളൊക്കെ ആയിരിക്കും ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഇതിപ്പോൾ അത്യാവശ്യം ലെങ്തിലുള്ള ഒരു മാലയാട്ടോ ഇതാ. അപ്പം ഫസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനത്തെ ബീഡ്സ് ഒക്കെ വാങ്ങി. ഇതിൻ്റെ ഗോൾഡ് ആട്ടോ ഇത്. ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്. നല്ല രസമാട്ടോ, നല്ല രസം. നമുക്ക് ചോക്കറായിട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മസ്റ്റായിട്ട് ഒന്ന് മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ചില ബ്രാൻഡുകാരൊക്കെ ആണെങ്കിൽ, വലിയ വലിയ ബ്രാൻഡുകാരൊക്കെ ആണെങ്കിൽ സിംഗിൾ ത്രെഡിൽ സിംഗിൾ ലോക്കറ്റ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ലോക്കറ്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വില കൂടുതലാണെന്ന് പറഞ്ഞാലും ക്വാളിറ്റി കുറച്ചുകൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ശ്രമിക്കുക. ഇപ്പോൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ, നോർത്തിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കൂടുതലും നോർത്തിൽ നിന്ന് വാങ്ങിക്കാത്തതിന് മെയിൻ കാരണം അത് തന്നെയാണ്. ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് അഴുക്ക മെറ്റീരിയൽസും ഒക്കെ അവരിങ്ങനെ അയച്ചു തരും. അപ്പം എനിക്കിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലരാണെങ്കിൽ നല്ല പ്രോഡക്ട്സ് ആയിരിക്കും, ചിലരാണെങ്കിൽ ആ ഒരു ഗ്രാം നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു kg ആക്കാൻ വേണ്ടിയിട്ട് അവർ അഴുക്ക് കൂടി അയച്ചിങ്ങനെ തരും. എനിക്കിങ്ങനെ 2-3 പറ്റങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും കേരളത്തിലുള്ള സ്ഥലങ്ങൾ തന്നെ ഞാൻ ചൂസ് ചെയ്തതും അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്തതും ഒക്കെ. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
മെറ്റീരിയൽസ് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് കിട്ടുന്നൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക. ഒന്ന് ശ്രമിച്ചാൽ മാത്രമല്ലേ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ശ്രമിക്കുക. ശ്രമിച്ച് നമുക്ക് എന്തായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ ഡീറ്റെയിൽസും വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ ഫ്രണ്ട്സ്.